ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമുക്ക് ഏത് ടൈപ്പ് മെറ്റൽ ബോക്സ് ആണോ സ്റ്റീലിൻ്റെ ബോക്സ് ആണോ കൂടുതൽ ഉത്തമം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് കൊടുത്തിരിക്കുന്ന മെറ്റൽ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിൽ തന്നെ രണ്ട് ബോക്സുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടും വ്യത്യാസങ്ങൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് മെറ്റൽ ബോക്സ് വരുന്ന സമയത്ത് അത് ഗാൽവനൈസ്ഡ് ചെയ്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കറക്റ്റ് നോക്കൗട്ട്, അത് പൈപ്പ് കയറാനുള്ള കറക്റ്റ് ആ ഹോളുകളുണ്ട്. ആ ഹോളിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് പൈപ്പ് കാര്യങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ പൈപ്പിൻ്റെ എണ്ണം നമ്മൾ കൂടുന്ന സമയത്ത് നമ്മൾ ഇത് സ്റ്റീലിൻ്റെ ബോക്സ് പല സ്റ്റീലല്ല ആദ്യം പറഞ്ഞ ബോക്സ് കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് പതുക്കെ തുരുമ്പെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് സ്റ്റീലിൻ്റെ ബോക്സ് വരുന്നത്. സ്റ്റീലിൻ്റെ ബോക്സ് എങ്ങനെ കട്ട് ചെയ്താലും വർഷങ്ങൾ കഴിഞ്ഞാലും തുരുമ്പ് കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഇല്ല. അത് നിങ്ങൾക്ക് എപ്പോൾ മനസ്സിലാവും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പീഡിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. ഒരു 2-3 വർഷം കഴിയുന്ന സമയത്ത് എന്തെങ്കിലും സ്വിച്ച് കാര്യങ്ങൾ കംപ്ലൈൻറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഈ ബോക്സുകളൊന്ന് അഴിച്ച് അത് മാറ്റുന്ന സമയത്താണ് ഈ സാധാ ബോക്സ് മെറ്റൽ ബോക്സുകൾ സൈഡിൽ നിന്നും പതുക്കെ തുരുമ്പെടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു 10-15 വർഷം കഴിയുന്ന സമയത്ത് ആ ബോക്സിൻ്റെ മൊത്തം ബാക്ക് സൈഡ് അപ്പോൾ നമ്മൾ ആ വീട് വെക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് കുറച്ച് റേറ്റ് കൂടിയാലും ചെറിയൊരു എമൗണ്ട് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഒരു 10-20 രൂപ മാത്രമാണ് ഒരു ബോക്സിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഒരുപാട് ബോക്സുകളൊന്നും നമുക്ക് വീടിൻ്റെ അകത്ത് ആവശ്യങ്ങളായിട്ട് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ലാഭം നോക്കുന്നതിനേക്കാൾ നല്ലത് വെക്കുന്ന സമയത്ത് നല്ല സ്റ്റീലിൻ്റെ ബോക്സ് തന്നെ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വർഷങ്ങളോളം ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ അവിടെ ഇരിക്കും. ഇത് മെറ്റൽ ബോക്സ് ആണ്, അതായത് സാധാരണ ഗാൽവനൈസ്ഡ് ചെയ്യുന്ന സാധാ ഷീറ്റാണ് വന്നിരിക്കുന്നത്. അത് ജസ്റ്റ് നമ്മൾ ബോളിൽ കട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും പതുക്കെ തുരുമ്പെടുക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ അറിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് സൈഡ് മൊത്തം തുരുമ്പെടുത്ത് പോയിരിക്കും. കാരണം നമ്മുടെ ഈ ഭിത്തിയിൽ ചെറിയൊരു നനവ് കാര്യങ്ങൾ എന്തായാലും ജസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും പതുക്കെ തുരുമ്പെടുത്ത് പതുക്കെ ബോക്സ് നശിച്ചു പോകും. പിന്നെ അതിന് ശേഷം നമ്മൾ തുറക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ ചാൻസ് കിട്ടുന്നത്. അത് കൂടാതെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണെങ്കിൽ നമുക്ക് യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. എത്ര വർഷം കഴിഞ്ഞാലും സ്റ്റീലായതുകൊണ്ട് യാതൊരു കാര്യങ്ങളും ഒന്നും തന്നെ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നിലനിൽക്കും. പണ്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 2018 പ്രളയത്തിൻ്റെ സമയത്ത് നമുക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്ത കാര്യം ഇതാണ്. 2018 നമ്മൾ വെച്ചിരിക്കുന്ന, അതായത് 2018 പ്രളയത്തിന് ശേഷം അത്യാവശ്യം മിക്ക വീടുകളിലും നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അഴിച്ചു നോക്കുമ്പോൾ മിക്ക ബോക്സുകളും തന്നെ തുരുമ്പ് പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അത് വീണ്ടും നമ്മൾ അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്നല്ലെങ്കിൽ മൊത്തം മാറ്റി റീപ്ലേസ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് വരും. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ പിടിപ്പിച്ച വീടുകളിൽ സെയിം ഈ പറഞ്ഞ പ്രളയം ഉണ്ടായിട്ട് പോലും യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇല്ല. ചെളി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അത് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ സാധാരണ പുത്തൻ ബോക്സ് പോലെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ബോക്സ് വീടിൻ്റെ വയറിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സ് തന്നെ വെക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. വളരെ നല്ലൊരു നീറ്റായിട്ട് വർഷങ്ങളോളം ഈട് നിൽക്കുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങളുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.